ഹായ് നമസ്കാരം. നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചില സാഹചര്യങ്ങളിൽ കാൽ എ കുഡ് നോട്ട് ലോഡ്, കാൽ ബി കുഡ് നോട്ട് ലോഡ് എന്ന് പറഞ്ഞിട്ട് ചില എറർ മെസ്സേജുകൾ വരുന്നത് കസ്റ്റമേഴ്സായി നിങ്ങൾ കാണാറുണ്ട്. അതുപോലെ വളരെ സിമ്പിളാണ് നമ്മളത് എറർ റിമൂവ് ചെയ്ത് നമ്മൾ മെഷീൻ റൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റിൽ താഴെ നമുക്കൊരു ടൈമിൻ്റെ ആവശ്യമുള്ളൂ. പലപ്പോഴും കാണുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ റിയേജന്റ് പാക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത് കാണാറുള്ളത്. കാരണം റിയേജന്റ് പാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉള്ള ഇരിക്കുന്ന റിയേജന്റ് ഫ്ലോ മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ റിയേജന്റ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കാലെ ഗ്യാപ്പ് വരും, അതായത് എയർ ബബിൾസ് കയറാനുള്ള സാധ്യത. അങ്ങനെ വരുമ്പോഴാണ് കാലെ കുഡ് നോട്ട് ലോഡ്, കാൽ ബി കുഡ് നോട്ട് ലോഡ് എന്ന് പറഞ്ഞിട്ട് എറർ മെസ്സേജ് വരാറുള്ളത്. ജസ്റ്റ് ഇതൊന്ന് ഞാൻ കാണിച്ചുതരാം ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നത്. ഇതാണ് കാലെ എയുടെ ട്യൂബിങ്സ് വരുന്നത്, ഇത് കാൽ ബിയുടെ ട്യൂബിങ്സ് വരുന്നത്. ഏതാണോ എറർ മെസ്സേജ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊരു സിറിഞ്ചാണ്. സിറിഞ്ചിന്റെ ഒന്നില്ലെങ്കിൽ നമ്മൾ ടിപ്പ് കട്ട് ചെയ്തിട്ട് ഈ സിറിഞ്ചിൻ്റെ കൂടെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ നീഡിൽ ജസ്റ്റ് ഒടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീഡിലില്ലാത്ത സിറിഞ്ച് നമുക്ക് കിട്ടും. അതെടുത്തിട്ട് ജസ്റ്റ് ഇതിപ്പോൾ കാൽ ബി ആണ്. ജസ്റ്റ് ഇതൊരു 2 പിഞ്ച് വാൽവാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ഈ പിഞ്ച് വാൽവിൻ്റെ ട്യൂബിങ്സ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. ഇവിടെ ഒരു വൈ കണക്ടർ ഉണ്ട്. ഈ കണക്ടർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. പ്ലസ് ഇവിടെ ജസ്റ്റ് ഈ സിറിഞ്ചിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിക്കാം. വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം റിയേജന്റ് വരുന്നത് കാണാം. റിയേജന്റ് വരുന്നുണ്ട്. അപ്പോൾ എയറുള്ള ബബിൾസ് കാര്യങ്ങളെല്ലാം റിമൂവ് ആയി. ജസ്റ്റ് അതുപോലെ തന്നെ ഈ കണക്ടർ കറക്റ്റായിട്ട് പ്രസ് ചെയ്യാം. ജസ്റ്റ് ഈ പിഞ്ച് വാൽവിൽ ലോഡ് ചെയ്ത് വെക്കാം. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ കാൽ എ കുഡ് നോട്ട് ലോഡ്, കാൽ ബി കുഡ് നോട്ട് ലോഡ് എന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള ആകെയുള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അറിയാം, 1 മിനിറ്റിൽ താഴെ നമ്മൾ ഈ ടൈം എടുത്തോളൂ. നിങ്ങൾക്കൊരു സർവീസ് എഞ്ചിനീയർ വന്ന് ഇത് ചെയ്തു വരുമ്പോഴേക്കും ടൈം ഡിലേസ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ കസ്റ്റമറായ നിങ്ങൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. കാൽ എ വരാണെങ്കിൽ ഇത് ചെയ്യാം, ഇത് ഫസ്റ്റ് ട്യൂബിങ്സ് ചെയ്യാം. കാൽ ബി വരാണെങ്കിൽ സെക്കൻഡ് ട്യൂബിങ്സ് ചെയ്യാം. ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കാലിബ്രേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് കാലിബ്രേഷൻ പാസ്സാവും, പ്രോപ്പറായിട്ട് ക്ലിയർ ആവും. അതിന് മുമ്പ് വേണമെങ്കിൽ ഒരു റിയേജന്റ് ഫ്രെയിം കൊടുത്താൽ എല്ലാ ട്യൂബിങ്സ് ഫില്ലായി എയർ ബബിൾസ് ഇല്ലാതെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വന്ന് കാലിബ്രേഷൻ പാസ്സാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.